ചുവർ ചിത്രങ്ങൾ കഥ പറയുന്നു ഹെറിറ്റേജ് ബൈറ്റ്സിലൂടെ. ചുവർ ചിത്രകലകളുടെ ചരിത്രത്തെ തേടിയുള്ളൊരു യാത്രയാണ് ഹെറിറ്റേജ് ബൈറ്റ്സ്. ഈ യാത്രയിൽ ഇപ്പോൾ നമ്മുടെ കൂടെ കൂടുന്നത് ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിലെ ചുവർ ചിത്ര കലാകാരനും അധ്യാപകനുമായ പ്രശസ്തനായ ശ്രീ കടമറിട്ട ശ്രീകുട്ടൻ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. ഹെറിറ്റേജ് ബൈറ്റ്സ് എന്ന ഞങ്ങളുടെ പരിപാടി മറ്റ് ഇപ്പം പല ഇല്ലങ്ങളിലും അതുപോലെ ക്ഷേത്രങ്ങളിലും അതുപോലെ പരമ്പരാഗതമായിട്ട് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാം ഞങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഇലച്ചാറുകൾ കൊണ്ട് തീർത്ത ചിത്രങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഭയങ്കര ആശ്ചര്യത്തോടെല്ലാം നോക്കി ഇതെങ്ങനെ സാധിക്കുന്നു. അതിനൊക്കെ ഇപ്പോഴും വലിയ കോട്ടങ്ങളൊന്നും സംഭവിക്കാതെ വളരെ ശ്രമകരമായിട്ടുള്ള രീതിയിൽ നമ്മൾ പലതും കാണുമ്പോൾ. അപ്പം ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് അതിനൊക്കെ ഉത്തരം തേടിയുള്ള ഒരാളുടെ മുമ്പിലേക്കാണ്, ശ്രീകുട്ടൻ സാറിൻ്റെ അടുത്ത്. സാർ, ഈ ചുവർ ചിത്രകല, മ്യൂറൽ പെയിന്റിങ്, അതിൻ്റെ ഒരു ചരിത്രം എന്താണ്? ഈ കേരളത്തിലേക്കുള്ളൊരു ഒരു കടന്നുവരവ് അതെങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച്. ചുമർ ചിത്രകല മനുഷ്യൻ്റെ മാനവരാശിയുടെ തുടക്കം തന്നെ അവൻ്റെ ജീവിത യാത്രയോടൊപ്പം സഞ്ചരിച്ച് ഈ നിലയിലെത്തിയതാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചത് പരിണാമം സംഭവിച്ചു. അതെ, പരിണാമത്തോടൊപ്പം. അതായത് അവന് കാട്ടിൽ മൃഗങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന സമയത്ത് ഗുഹകളിൽ കോറി വരച്ചിടത്ത് മുതലാണ് അവൻ്റെ കൂടെ ഈ ചിത്രകലയും സഞ്ചരിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ കൂടെ ഇടകലർന്ന് അവൻ്റെ പ്രയാണത്തിന് മാറ്റുകൂട്ടിക്കൊണ്ട് കണ്ടതിനെയും കൊന്നതിനെയും തേടിപ്പിടിച്ചതിനെയുമൊക്കെ അവന് വരച്ച് മാഞ്ഞുപോയതിനെ വീണ്ടും അതിനെ ഉറപ്പിക്കാനായും കൊത്തുചിത്രങ്ങളിലേക്ക് പല പ്രാവശ്യം ഷാർപ്പായിട്ടുള്ള കല്ലുകളും മറ്റ് ഉപയോഗിച്ച് വരച്ചപ്പം അത് കൊത്തുചിത്രങ്ങളായിട്ട് മാറി. അതിന് പിന്നീട് അവന് ചോര കൊണ്ടോ ഈ കൊന്ന മൃഗങ്ങളുടെ ചോരയോ അടുത്ത് കണ്ട കരിക്കട്ട, കാട്ടുതീയിലകപ്പെട്ട കരിക്കട്ടയൊക്കെ ഉപയോഗിച്ച് നിറം കൊടുത്തുകയാണ്. ആ നിറം കൊടുക്കലാണ് മാനവ സംസ്കാരത്തിൻ്റെ ഈ വർണ്ണത്തെ വിന്യസിപ്പിച്ചതെന്ന് വേണേൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. 16-ാം നൂറ്റാണ്ടും 18-ാം നൂറ്റാണ്ടുമാണ് കേരളീയ ചുമർചിത്രകലയുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് രാജവംശത്തിൻ്റെയൊക്കെ പ്രൗഢി മങ്ങിയപ്പോൾ ഇതിനെ സംരക്ഷിക്കാനും പ്രൊമോട്ട് ചെയ്യാനുമുള്ള മാധ്യമങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോൾ അതിനൊരു മങ്ങലേറ്റിരുന്നു. എന്നാൽ ഈ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും കടന്നപ്പം ഇതിനൊരു ഉണർവുണ്ടായി. ഇന്ന് കേരളീയ ചുവർചിത്രകളുടെ ഒരു സുവർണ കാലഘട്ടമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അപ്പോൾ നമുക്കതിൻ്റെ വരയിലേക്ക് തന്നെ വരാം. ചുവർ ചിത്രങ്ങൾ വരയ്ക്കുക ഇപ്പം എന്താ പറയുക, സാധാരണ ചെയ്യുന്ന ഒരു ചിത്രരചന പോലെയോ ചിത്രകല പോലെയോ ഒന്നുമല്ല കാണുമ്പോൾ. അതിലെ അങ്ങ് പറയുന്ന പോലെ വർണ്ണങ്ങളിൽ വ്യത്യസ്തതയുണ്ട്. അതൊക്കെ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അങ്ങ് തന്നെ ഓഫ് ദ റെക്കോർഡിൽ പറഞ്ഞിരുന്നു ഓരോ വർണ്ണങ്ങൾക്കും ഓരോ ഇത്. അപ്പം ഇതിൻ്റെ ടോട്ടലി ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു വര, ആ ഒരു രീതി? ഈ ഭാരതീയമായ സങ്കല്പത്തിൽ വർണ്ണങ്ങളെ പഞ്ചഭൂതവുമായി ബന്ധിപ്പിച്ച് നിർത്തിയിട്ടാണ്. അപ്പോൾ ജലം, അഗ്നി, വായു, ഭൂമി, ആകാശം, അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വർണ്ണങ്ങളെ ഈ 5 അംശത്തിൻ്റെ ഭാഗമായി സംശീകരിച്ചുകൊണ്ട് അതുകൊണ്ട് സൃഷ്ടി നടത്തുക. പ്രകൃതിയിൽ എപ്രകാരമാണോ പ്രകൃതി നടത്തുന്നത് അതിനനുസരണമായി ചിന്താസരണിയിലൂടെ വളർത്തിയെടുത്ത ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞ അഗ്നിയെയോ പ്രതിനിധാനം ചെയ്യുന്നു, ചുമപ്പ് ഭൂമിയെ, അതേപോലെ പച്ച ജലത്തെ, വെള്ളവായുവിനെയും കറുപ്പ് ആകാശത്തെയും. അപ്പോൾ ഈ പഞ്ചഭൂതത്തെ ത്രിഗുണമായി വേർതിരിക്കുന്നുണ്ട്. ത്രിഗുണം എന്ന് പറയുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന കഥാപാത്രങ്ങളുടെ സ്വഭാവ വ്യതിയാനത്തിനനുസരിച്ച് വർണ്ണവ്യത്യാസം വരും. ഇപ്പോൾ ഗണപതി എടുക്കുമ്പോൾ രജോവർണ്ണമായിട്ടുള്ള സ്വർണ്ണവർണ്ണമാണ്. മഞ്ഞയും ചുവപ്പും കൂടി ഒരു ഷെയ്ഡ് ചെയ്തിട്ടെടുക്കുന്ന ആ ഒരു രീതിയാണ്. സ്വാത്വിക ഗുണമായിട്ട് നമ്മളെടുക്കുന്നത് പച്ചവർണ്ണത്തെയാണ്. അതിൻ്റെ പൂരകവർണ്ണമായി നീലയെ ഉപയോഗിക്കും. എന്നാൽ നോർത്തിലോട്ട് പോകുമ്പോൾ നീലയ്ക്ക് പൂരകമായിട്ടാണ് പച്ചയെ സ്വീകരിക്കുന്നത്. നമ്മൾ തിരിച്ചാണ്.
വെള്ളവായുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ കറുപ്പ് ആകാശത്തിൻ്റെതാണ്, ആഴത്തിൻ്റെ ഇതുണ്ടാകുന്നതാണ് കറുപ്പ്. പക്ഷേ രസസിദ്ധാന്തത്തിൽ ചെറിയ വ്യത്യാസം ഇതിന് വരുന്നുണ്ട്. ഈ രേഖകളുടെ പ്രാധാന്യവും വർണ്ണങ്ങളുടെ പ്രയോഗവും അതിൻ്റെ ലയവുമാണ് ചുമർ ചിത്രകലയുടെ ഒരു പ്രത്യേകത. ഇത് ആത്മീയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ചുമർ ചിത്രകല വളർന്നു വന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ജനതാതിഥിയുടെ സംസ്കാരം അതായിരുന്നത് കൊണ്ടാണ്. അത് മറ്റൊരു കുറവായിട്ടല്ല, അന്നിവിടെ ഉണ്ടായിരുന്ന സംസ്കാരം അതായതുകൊണ്ട് സ്വീകരിച്ചു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ലാസ്റ്റ് സപ്പർ നമ്മൾ വസ്തുവിദ്യാഗ്രഹത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്ത് വത്തിക്കാൻ വരെ പോയിട്ടുണ്ട്. രാഷ്ട്രപതി ഭവനിലേക്ക് കൊണ്ടുപോയ ചിത്രങ്ങളുടെ ഭാഗങ്ങളാണ് ഈ ഇവിടെ കാണുന്ന ഈ ദണ്ഡിയാത്രയും ഗാന്ധിജിയുടെ ഫ്രീഡം ഫൈറ്റിംഗ് എന്ന് പറയുന്ന ചിത്രങ്ങളുമൊക്കെ. അപ്പോൾ ആധുനികതയും പുരാതനവും ഇടകലർന്ന് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത മറ്റൊന്ന് രേഖകളും വർണ്ണത്തിൻ്റെതും പറഞ്ഞു, പഞ്ചവർണ്ണങ്ങൾ പറഞ്ഞു. ത്രിഗുണ സ്വഭാവത്തോടു കൂടിയുള്ള കഥാപാത്രങ്ങളെയാണ് നമ്മൾ ഓരോ ചിത്രത്തിനും സ്വീകരിക്കുന്നത്. പ്രധാന കഥാപാത്രങ്ങളെ വലുതായി ചിത്രീകരിക്കുകയും അപ്രധാന കഥാപാത്രങ്ങളെ അവരുടെ പ്രാധാന്യത്തിനനുസരിച്ച് അവരുടെ ചെറുപ്പങ്ങൾ വിന്യസിക്കുകയും വശങ്ങളിലേക്കും മുകളിലേക്കുമാണ്. അതുകൊണ്ട് ഇതൊരു ദ്വിമാന പ്രതലത്തിലാണ് കേരളീയ ചുമർ ചിത്രകല നിൽക്കുന്നത്. അതുകൊണ്ട് മോഡേൺ ചിത്രകലയിൽ ഒരു പോരായ്മയായിട്ട് അവർ ഇതിനെ ചൂണ്ടിക്കാണിക്കും. വാനിഷിങ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇല്ല. ഇപ്പം നമുക്ക് ഇവിടുത്തെ ഗ്യാലറിയിലെ ചിത്രങ്ങൾ കാണുമ്പോൾ അറിയാം, കാലുകൾ നിൽക്കുന്ന ഒരു ഫിഗറിൻ്റെ കാല് രണ്ട് സൈഡിലേക്കും പൂർണ്ണമായും വരയും. കൈകൾ കാണിക്കുമ്പോൾ പൂർണ്ണമായും കൈയുടെ മുട്ടും തോളും കൈയുടെ വിരലിൻ്റെ നഖവും വരെ കാണിക്കണം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ അത് പൂർണ്ണമായും കാണിക്കണമെന്നുള്ള ഒരു സങ്കല്പത്തിലാണ്. പിന്നെ ആ പുരാതനമായ സംസ്കൃതി വളർന്നു വന്നപ്പം വാനിഷിങ് എന്നുള്ള ആ ഒരു സമ്പ്രദായത്തിലേക്ക് എത്തി നിന്നില്ല എന്നുള്ളതും ഒരു ന്യൂനതയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മൾ അതിനെ അംഗീകരിക്കുകയും വേണം. കാരണം ഭിത്തിച്ചിത്രമായിട്ട് അല്ലെങ്കിൽ ക്ഷേത്രകോവിലുകളിൽ, കൊട്ടാരങ്ങളുടെ ഭിത്തികളിൽ, തേവാരപ്പുരകളിൽ, ചുരുക്കം ചില പള്ളികളിൽ മാത്രമായി ഒതുങ്ങി നിന്നതും അതിൻ്റെ കാരണം ഏറ്റവും നല്ല സാധനങ്ങൾ സമൂഹത്തിൽ രാജാവിനും ദേവനും മാത്രമായി സമർപ്പിക്കപ്പെടുക. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലും പള്ളികളിലും പിന്നെ കൊട്ടാരങ്ങളിലുമായി ഇത് ചുരുങ്ങിപ്പോയത്. ചില ചിത്രങ്ങൾ കാണുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് തോന്നും, ചില ചിത്രങ്ങൾ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. സാർ പറഞ്ഞ ദ്വിമാന സ്വഭാവം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അത് നമ്മൾ നേരിട്ട് ഇപ്പോൾ കാണുന്ന ആധുനിക ലോകത്തിൽ കാണുന്ന ചിത്രങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്കെയിൽ ഓഫ് റേഷ്യോ പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ചിലപ്പോൾ അത് കാണാത്ത പോലെ. പക്ഷെ അതിന് എനിക്ക് തോന്നുന്നു ആ ഒരു ചിത്രകാരന്റെ സ്വാതന്ത്ര്യമായിരിക്കും അല്ലേ അദ്ദേഹം ആ ചിത്രത്തിൽ കാണിക്കുക. അങ്ങനെയാണോ? അതുകൊണ്ട് തീർച്ചയായും അത് തന്നെയാണ്. അതായത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നുള്ള റൂൾ ഉണ്ടോ? അങ്ങനെ ഒരു നിയമമുണ്ട്. അതായത് ഇതിൽ താലപ്രമാണം എന്ന് പറയുന്ന ഒരു അളവ് സങ്കേതമുണ്ട്. ഇപ്പം മുഖത്തിൻ്റെ ഇത്ര അളവ് വേണം, ശരീരത്തിൻ്റെ താഴെ വരെ പാദം വരെയുള്ള അളവ്. ആ മുഖത്തിൻ്റെ 1/3 കഴുത്തിന് കൊടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത്. 2 സൈഡിലേക്കുള്ള മാറിൻ്റെ അളവ് മുഖത്തിൻ്റെ ഓരോ അളവാണ്. അപ്പോൾ ഇത് താലപ്രമാണം എന്ന് പറയും. അത് പറയുന്നത് ഇഷ്ടപ്പെട്ട ബിംബദീർഘത്തെ, ആ ഇഷ്ടപ്പെട്ട ബിംബദീർഘം എന്ന് പറയുമ്പോൾ പലർക്കും അത് പെട്ടെന്ന് മനസ്സിലാവില്ല. ചിലപ്പോൾ നമുക്കൊരു ചിത്രകാരന് ഒരു 5 അടി നീളമുള്ള ഒരു ക്യാൻവാസ് ആയിരിക്കും കിട്ടുന്നത്. അതാണ് ഇഷ്ടപ്പെട്ട ബിംബം എന്ന് പറയുന്നത്. അതേ ചിത്രം തന്നെ വേറൊരാൾക്കൊരു 3 അടി നീളത്തിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ അതും ഇഷ്ടപ്പെട്ട അതുകൊണ്ടാണ് നിശ്ചിത അളവ് പറയാതെ ഇഷ്ടപ്പെട്ട ബിംബദീർഘം. ആ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിത്രകാരൻ്റെ മുമ്പിലേക്ക് ലഭിക്കുന്ന ആ പ്രതലത്തെയാണ്. ഈ വലിയ പ്രതലമായാലും ചെറിയ പ്രതലമായാലും അതിനെ 108 ഭാഗിക്കണമെന്നുണ്ട്, അതിനെ 12 അംശിക്കണമെന്നുണ്ട്. ഈ അംശിച്ചതിനെ വീണ്ടും അംശിക്കുമ്പോൾ അത് യവമെന്ന് പറയുന്ന അളവുണ്ട്, അങ്കുലമെന്ന് പറയുന്ന അളവുണ്ട്. ഈ 12 അങ്കുലം ചേരുമ്പോഴാണ് ഒരു മുഖത്തിൻ്റെ അളവ്. അതൊരു താലമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സൂക്ഷ്മമായ പഴയ കാലഘട്ടത്തിലെ ഗുരുക്കന്മാർ അനുവർത്തിച്ച് വന്നിരുന്ന ഒരു ഇതിൻ്റെ അളവുകളാണ്, മെഷർമെൻ്റാണ്. അപ്പോൾ ഈ മെഷർമെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വേണം നമ്മൾ ചാടാൻ. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നിന്ന് നമ്മൾ എത്ര ദൂരേക്ക് ചാടിയാലും ഇതിനുള്ളിൽ തന്നെ
വന്നു നിൽക്കും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വരയ്ക്കുന്നതിലേക്ക് വരാം. ഇപ്പം ചായങ്ങൾ, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ചായങ്ങളെല്ലാം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ചായങ്ങളാണ്. അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ബ്രഷ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന സാങ്കേതികങ്ങൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് ഒന്ന് പറയൂ സർ. ഇപ്പോൾ കാവി മഞ്ഞ, കാവി ചുമപ്പ് എന്ന് പറയുന്ന 2 വർണ്ണങ്ങളാണ് ചുമപ്പിനും മഞ്ഞയ്ക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. കടുപ്പം കുറഞ്ഞ വെട്ടുകല്ലിന് സമാനമായ കല്ലുകളിൽ നിന്ന് ശുദ്ധീകരിച്ചെടുക്കുന്നതാണ് കാവി മഞ്ഞ. അതേപോലെ തന്നെ കുറച്ചുകൂടി കടുപ്പമുള്ളതും അയണിൻ്റെ അംശം ഒത്തിരി ഇല്ലാത്തതുമായ ചുമപ്പ് രാശിയോട് കൂടിയ കല്ലുകളെ സംസ്കരിച്ചെടുക്കുന്നതാണ് കാവി ചുമപ്പെന്ന് പറയുന്ന ചുവപ്പ് വർണ്ണം. നീലയമരിയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ ചാറ് സൂര്യപ്രകാശം കൊള്ളിക്കാതെ ഉണങ്ങി സൂക്ഷിക്കുന്നതാണ് പച്ചയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ തളിർവെറ്റിലയുടെ പച്ച വേണമെങ്കിൽ നമുക്ക് നീലയമരിയുടെ ചാറ് നേരിട്ട് ഉപയോഗിച്ചാൽ അത് കിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എരവി മരത്തിൻ്റെ കറ, എരവിക്കറ ഇതിലൊരല്പം ചേർത്ത് കൊടുത്താൽ തളിർവെറ്റിലയുടെ പച്ച കിട്ടും. എന്നാൽ ഇതിന് കുറച്ചുകൂടെ കടുപ്പം വേണം, ബ്ലൂ ഫിഷ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൂനീലം കുറച്ച് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നീല കലർന്ന പച്ച കിട്ടും. അങ്ങനെ പച്ചയുടെ ഒരു 3-4 വേർഷൻ നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിന്റെ ആ സങ്കേതങ്ങൾ, വരയ്ക്കുവാൻ ഉപയോഗിക്കുന്ന സങ്കേതങ്ങൾ എന്തൊക്കെയാണ് സാർ? അത് എന്തൊക്കെയാണ്? ഇപ്പോഴും ആ പഴയ രീതി തന്നെയാണോ? എങ്ങനെയാണ് ഇപ്പോൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതികൾ? കുമ്മായക്കൂട്ടിൽ തയ്യാർ ചെയ്ത പ്രതലം അത് 2 ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം പരുക്കം പ്രതലം ഒരു 1/2 ഇഞ്ച് കനത്തിൽ ചെയ്തിട്ട് അതിന് മുകളിൽ ഇതിൻ്റെ റേഷ്യോ മാറ്റി. ഇപ്പോൾ കുമ്മായം ഒരു ചട്ടിക്ക് 3 ചട്ടി മണലാണ്. അപ്പോൾ അതിനകത്ത് കടുക്കായുടെ വെള്ളം കഷായമാക്കി അതിനകത്ത് ചേർത്ത് 15 ദിവസം ഒരു പക്കം, അതായത് ഒരു വാവ് മുതൽ അടുത്ത വാവ് വരെ അത് പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ പക്കം എന്തിനു നോക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൂറ്റാണ്ടുകൾ നിലനിൽക്കണമെങ്കിൽ പ്രകൃതിയുടെ ഈ വ്യതിയാനം, അപ്പോൾ ഇതിൻ്റെ ഈ കൂട്ടിന് ഈ വ്യതിയാനം അനുസരിച്ച് ഇത് പാകപ്പെട്ട് വരണം. ഈ 15 ദിവസം കൊണ്ട് ഇതിനെ വീണ്ടും അതിൻ്റെ കൂട്ടിനെ പൊട്ടിച്ച് ഇളക്കി മറിച്ച് അതിനെ വീണ്ടും കൂട്ടിവെച്ച് ഒരു 21 ദിവസം അല്ലെങ്കിൽ 41 മണ്ഡലം ഒക്കെ നമുക്കിതിൽ ചെയ്താൽ ഇത് കൂടുതൽ കാലം നിലനിൽക്കും എന്നുള്ളതാണ് അവർ കണ്ടെത്തിയത്. ഇപ്പം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ, ഇപ്പം വെള്ളയ്ക്ക് നമ്മൾ വർണ്ണം ഉപയോഗിക്കുന്നില്ല. പ്രതലത്തിൽ ഉപയോഗിക്കുന്ന കുമ്മായമോ ശംഖോ ചുണ്ണാമ്പാക്കി കരിക്കും വെള്ളത്തിൽ ലയിപ്പിച്ച് ചേർക്കുന്ന ആ പ്രതല വെള്ളം തന്നെ ഒഴിച്ചിടുകയാണ് ഇതിന് ചെയ്യുന്നത്. ഈ എണ്ണക്കരി, അതായത് നീലയമരിയുടെ ചാറ് തിരിശീല മുക്കി ഉണങ്ങി ആ തിരി തെറുത്ത് നല്ലെണ്ണ ഒഴിച്ച് കത്തിച്ച് അതിന് മുകളിൽ മൺപാത്രം പിടിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ആ കരിയെ ശേഖരിച്ചിട്ടാണ് നമ്മൾ കറുപ്പിനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചവർണ്ണങ്ങൾ ആയുർവേദ മെഡിസിനും കൂടിയാണ്. പ്രതല വെള്ളം ഒഴിച്ച് ബാക്കി വരുന്ന 4 വർണ്ണങ്ങളുടെ കൂടെ ആര്യവേപ്പിൻ്റെ കറ, വാഹകം എന്നുവെച്ചാൽ പശയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ വർണ്ണത്തെ ഭിത്തിയുമായി ചേർത്ത് നിർത്തുന്നത് ഈ വേപ്പിൻ്റെ പശയാണ്. ഇത് വരയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഏകാദശി പുല്ല്, കോരപ്പുല്ല്, ഈയാമ്പുല്ലെന്ന് പറയുന്ന, അത് റെയിൽവേ ട്രാക്കുകളിലും കനാലിൻ്റെ തീരത്തും വെട്ടുകല്ലുള്ള പ്രദേശം, കുന്നും ചെരുവിലുമൊക്കെ ഇതുണ്ട്. അപ്പോൾ ഇത് മൂപ്പെത്തി അത് വിടരുന്നതിന് മുമ്പ് കളക്ട് ചെയ്യണം. അപ്പോൾ പ്രകൃതിയെ നമ്മൾ അത്ര സൂക്ഷ്മമായി മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് ഇതിനെ കൊണ്ടുവന്ന് കവറുപാല് പറ്റില്ല, പശുവും പാലിൽ ഇത് പുഴുങ്ങി അത് തണുപ്പിച്ച് സൂര്യപ്രകാശം കൊള്ളിക്കാതെ അതിനെ സൂക്ഷിച്ചു വയ്ക്കുക. പിന്നെ ആവശ്യാനുസരണം മുളം തണ്ടിലോ അല്ലെങ്കിൽ അടയ്ക്കാമരത്തിൻ്റെ തണ്ട് ചെത്തിച്ചീകി അതിനെ ബ്രഷിൻ്റെ രൂപത്തിലാക്കി അതിൻ്റെ അഗ്രത്ത് വരുന്ന ചെറിയൊരു മുനയുണ്ട്, ആ മുനയിൽ വെച്ച് കെട്ടി നമ്മുടെ ബ്രഷിന് ഏത് വലിപ്പമാണ് വേണ്ടത്. ഇപ്പം നാരോ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ അതിന് നാരുകളുടെ എണ്ണം കുറച്ചാൽ മതി. അഭിലാഷ് സാർ ഈ വാസ്തുവിദ്യാലയ ഗുരുകുലത്തിലെ ചുവർചിത്ര കലയിലെ അധ്യാപകനാണ് അദ്ദേഹം. അപ്പം നമുക്കായിട്ടൊരു ചിത്രം വരയ്ക്കുകയാണ്. ഇപ്പൊ നമ്മള് ഒരു മഞ്ഞ ചായമാണ്. ഇതെങ്ങനെയാണ് ഈ മഞ്ഞ ചായം? നമുക്ക് ഈ ചിത്രരചനയ്ക്ക് ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത്, ഈ വെള്ളം പൂശി കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ തയ്യാറാക്കി എടുത്തേക്കുന്നത്, അതായത് കുറേ പ്രോസസ്സിംഗ് ഉണ്ട്.
വെട്ടുകല്ലിലെ കടുപ്പം കുറഞ്ഞ ഒരു കല്ലിന്റെ ഒരു ഭാഗമാണ് മഞ്ഞക്കല്ല് എന്ന് പറയുന്നത്. ഈ മഞ്ഞക്കല്ല് കണ്ടെത്തി അത് നല്ല ക്വാളിറ്റിയുള്ള മഞ്ഞക്കല്ലുകളെ മാത്രം തരംതിരിച്ചെടുത്ത് അതിനെ പിന്നീട് കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത്, അതായത് ഇടിച്ചും പൊടിച്ചും അരച്ചും ഒക്കെ വെള്ളത്തിൽ കലക്കിയും ഒക്കെ ആയിട്ട് അതിൻ്റെ മറ്റ് അയിരുകളെല്ലാം മാറ്റി ഇതിനകത്തെ മറ്റ് കളറുകളും അഴുക്കുകളും എല്ലാം മാറ്റിയിട്ട് ഈ പ്യുവർ മഞ്ഞ മാത്രം കിട്ടത്തക്ക രീതിയിൽ 1 മാസത്തോളം സമയം എടുത്തുള്ള ഒരു പ്രോസസ്സിങ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ മഞ്ഞ മാത്രം വേർതിരിച്ചെടുക്കുന്നത്. ആ മഞ്ഞ നമ്മൾ പിന്നീട് സംസ്കരിച്ചെടുത്തിട്ട് അത് സൂക്ഷിച്ചു വെക്കുകയും അതിൻ്റെ കൂടെ നമ്മൾ വേപ്പിൻ്റെ പശ, അരിവേപ്പിൻ്റെ പശ കൃത്യമായ അനുപാതത്തിൽ ചേർക്കുക. പശ ചേർത്ത് അങ്ങ് വരയ്ക്കുകയല്ല, പശ കൂടിയാലും കുറഞ്ഞാലും ചിത്രത്തിന് അത് ദോഷം സംഭവിക്കും. അപ്പോൾ അതിൻ്റെ കൃത്യമായ അനുപാതം കണക്കിലെടുത്തുകൊണ്ട് ഈ കളറിലേക്ക് പശയെ ഉരച്ച് ചേർക്കുന്നതാണ് ഇതിന്റെ കളർ മേക്കിംഗ് ആണ് ഈ ചിത്രത്തിന്റെ ലൈഫ് എന്ന് പറയുന്നത്. ഈ മഞ്ഞ കൊണ്ടാണ് അതിന്റെ ഫസ്റ്റ് ഔട്ട്ലൈൻ ഇടുന്നത്. സെക്കൻഡ് റെഡ് കൊണ്ട് ഡീറ്റെയിൽഡ് ചെയ്യും. പിന്നെ കളറുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് 1 2 3 4 എന്നുള്ള രീതിയിൽ വെച്ച് പോകും. ഏറ്റവും അവസാനം ബ്ലാക്ക് എഴുതി ചിത്രം എല്ലാ ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് അതിന്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് ഈ ഒരു പ്രോസസ്. അതെ അതെ. ഓക്കെ. ചുമർ ചിത്രകലയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞല്ലേ? അല്ല, നമ്മൾ ഈ ആറന്മുള വന്നിട്ട് ആറന്മുളയുടെ ഒരു രുചി അറിയണ്ടേ? ഒരു സ്പെഷ്യൽ രുചി. അങ്ങനെ ഒരു സ്പെഷ്യൽ രുചിയുമായിട്ട് ഇതാ സൗബി ചേച്ചി കാത്തിരിപ്പ്.